ചാക്കുനൂൽ ഉപയോഗിച്ച് തമ്പുരു നിർമ്മിച്ച് വ്യത്യസ്തരാവുകയാണ് തൃശൂർ മാള കുരുവിലശ്ശേരി സ്വദേശിയായ രഘു. വെറുതെ ഒരു തമ്പുരു അല്ല, കൃത്യമായി ശ്രുതി മീട്ടാൻ കഴിയുന്ന ഒന്ന്. വ്യത്യസ്തമായ വാദ്യോപകരണങ്ങൾ ഉണ്ടാക്കി ഏവരുടെയും മനസ്സ് കീഴടക്കുകയാണ് അദ്ദേഹം. ചാക്കുനൂലിൽ ഒരുക്കിയ തമ്പുരുവിൽ ശ്രുതി മീട്ടിയപ്പോൾ പൂവണിഞ്ഞത് രഘുവിന്റെ മോഹങ്ങളാണ്. പുതുമയുള്ള പരീക്ഷണങ്ങൾ നടത്തുക, അതാണ് അദ്ദേഹം ഏറ്റവും അധികം ചെയ്യുന്ന കാര്യം. കുരുവിലശ്ശേരി സ്വദേശി രഘു പൂർണ്ണമായും ചാക്കുനൂലിലാണ് ഈ തമ്പുരു നിർമ്മിച്ചിരിക്കുന്നത്. വാദ്യങ്ങളൊന്നും പഠിച്ചിട്ടില്ലാത്ത രഘു കൗതുകത്തിന്റെ പേരിലാണ് സാധാരണ വലുപ്പത്തിലുള്ള ഒരു തമ്പുരു നിർമ്മിച്ചത്. ഇതിനായി 1 കിലോയോളം ചാക്കുനൂലും 5 ലിറ്റർ പശയുമാണ് ഉപയോഗിച്ചത്. തെർമോക്കോളിൽ ആദ്യം കനം കുറഞ്ഞ ചാക്കുനൂൽ പശ ചേർത്ത് ചുറ്റി. പിന്നീട് ഉണങ്ങിയപ്പോൾ തെർമോക്കോൾ പൂർണ്ണമായും ഇളക്കി മാറ്റി. അങ്ങനെയാണ് തമ്പുരു ഒരുക്കിയത്. തുടർന്ന് നിറവും അടയാളങ്ങളും നൽകി. ഒരു സാധാരണ തമ്പുരുവിൽ ഇടുന്നത് പോലെ തന്നെ സ്ട്രിങ് ഇട്ടു. ഇപ്പോൾ ആർക്കും മീട്ടാൻ കഴിയുന്ന ശ്രുതി ചേർന്ന ഒരു സംഗീതോപകരണമായി മാറി. പലപ്പോഴായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നതെങ്കിലും തുടർച്ചയായിട്ട് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു മാസത്തോളം ബുദ്ധിമുട്ടിയിട്ടുണ്ട് നമ്മൾ ഇത് ചെയ്യാനായിട്ട്. ഈ സ്ട്രിങ് നമ്മൾ സാധാരണ തമ്പുരിൻ്റെ സ്ട്രിങ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ജീവ എല്ലാം ഒറിജിനൽ പട്ടി നൂലിനെ ഉപയോഗിച്ചിരിക്കുന്നു. തുടർച്ചയായി ഇത്തരത്തിലൊരു തമ്പുരു നിർമ്മിക്കാൻ 1 മാസത്തോളം സമയം വേണ്ടിവരും. എന്നാൽ ഒഴിവു സമയങ്ങളിൽ മാത്രമാണ് ഇദ്ദേഹം ഈ ജോലികൾ ചെയ്തിരുന്നത്. അതിനാൽ 6 മാസത്തിലധികം സമയം വേണ്ടിവന്നു. സാധാരണ പ്ലാവിൻ തടിയിലാണ് തമ്പുരു നിർമ്മിക്കാറുള്ളത്. ചാക്കുനൂലിൽ ഒരുക്കിയത് ഒരുപാട് പരീക്ഷണങ്ങൾക്ക് ശേഷമാണ്. തമ്പുരു മാത്രമല്ല, ചിരട്ടയും പശയും മാത്രം ഉപയോഗിച്ച് വീണ, വയലിൻ, തബല എന്നിവയും നിർമ്മിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈർക്കിലി ഉപയോഗിച്ച് മൃദംഗം നിർമ്മിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് 59-കാരനായ രഘു. മാതൃഭൂമി ന്യൂസ്, തൃശൂർ. MS ലിഷോയാണ് നമ്മുടെ കൂടെ ഉള്ളത്. ലിഷോ, ഈ ചാക്കുനൂൽ ഉപയോഗിച്ചൊക്കെ ഇങ്ങനെ തമ്പുരു നിർമ്മിക്കുക എന്ന് പറയുന്നത് കൗതുകമുള്ള ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല അല്ലേ രഘുചേട്ടൻ വ്യത്യസ്തനാകുന്നത്? ചാക്ക് ചരട് കൊണ്ടൊക്കെ തമ്പുരു ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് ഒരു പക്ഷേ നമ്മളിത് കേൾക്കുമ്പോൾ അതിശയിച്ചു പോകും. കാരണം അതൊക്കെ സാധ്യമായ ഒരു കാര്യമാണോ എന്ന്. അത് പക്ഷേ ഇവിടെ സാധ്യമാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഈ രഘു എന്ന് പറയുന്ന ഈ വ്യക്തി. അദ്ദേഹം പല പരീക്ഷണങ്ങളും നടത്തുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ ഇങ്ങനെ തമ്പുരു തന്നെ ഒരു പരീക്ഷണം എന്തെങ്കിലും നടത്തണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ ചാക്ക് ചരട് കൊണ്ട് തമ്പുരു ഉണ്ടാക്കാനായി ശ്രമം നടത്തിയപ്പോൾ അതിന് മുൻപായി ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി. പക്ഷെ അതൊന്നും തന്നെ കിട്ടിയില്ല. അപ്പോൾ തൻ്റെ ഒരു ഐഡിയ പ്രകാരം തന്നെയാണ് ഇത്തരത്തിൽ ഈ ഒരു തമ്പുരു നിർമ്മിച്ചതൊക്കെ തന്നെ. അത് നിർമ്മിക്കുക മാത്രമല്ല, അത് നമുക്ക് ഇപ്പോൾ കാണുമ്പോൾ കൃത്യമായി നമുക്കൊരു മരം കൊണ്ടുണ്ടാക്കിയ തമ്പുരു എങ്ങനെയാണോ അതുപോലെ തന്നെ തോന്നുകയും ചെയ്യും. എന്ന് മാത്രമല്ല, അതിൻ്റെ ഉപയോഗവും അതുപോലെ തന്നെയാണ്. കൃത്യമായി ശ്രുതിയൊക്കെ തന്നെ മീട്ടാൻ കഴിയുന്ന രീതിക്കുള്ള ഒരു തമ്പുരു തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. യഥാർത്ഥത്തിലുള്ളൊരു തമ്പുരു എത്രത്തോളം, മരം കൊണ്ടുണ്ടാക്കിയ തമ്പുരു എത്രത്തോളം ഉപയോഗിക്കാൻ കഴിയുമോ അങ്ങനെ തന്നെ ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നമുക്ക് ഒരുപക്ഷെ ഒരു സംശയം തോന്നും, ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ളത്. ഇത് കഴിയുമെന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഒരു കൃത്യമായൊരു തമ്പുരുവിൻ്റെ ഒരു വലുപ്പത്തിൽ തെർമോക്കോൾ ഉപയോഗിച്ച് ചെറിയ ചാക്ക് ചരടുകൾ ഈ പശയിൽ മുക്കിക്കൊണ്ട് അത് കൃത്യമായി ഒരു ഇടപോലും ഇല്ലാതെ, അതായത് പറയുന്നുണ്ട് അതില് പിന്നില് ഒരുപാട് പരിശ്രമമുണ്ട്. അപ്പോൾ ഒരു കാര്യം നിർമ്മിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിർമ്മിച്ചു കഴിഞ്ഞ് അത് കറക്റ്റായിട്ട് വിജയത്തിലേക്ക് എത്തുന്നു എന്ന് പറയുന്നതാണ് വലിയ കാര്യമല്ലേ. അങ്ങനെ രഘു എന്ന ചേട്ടൻ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ, കൗതുകമായ ഒന്നാണ്. ശരി ലിഷോ.